മീനടം ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് തൃക്കോടിയേറ്റിന് ശേഷം നടന്ന ആലപ്പുഴ കല്യാൺ സൂപ്പർ ബീറ്റ്സിൻ്റെ ഗാനമേളയാണ്. നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ എവിടെ ഗാനമേള ഉണ്ടെങ്കിലും സമയം കിട്ടിയാൽ ഞാൻ പോകും. ഏറ്റവും കൂടുതൽ ഗാനമേള കാണുന്നത് തിരുനക്കരയിലും ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിലുമൊക്കെയാണ്. എന്നാൽ മിക്ക ക്ഷേത്രക്കാരും ഗാനമേള നടത്താൻ പൊതുവെ മടിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. കാരണം ഒരുപാട് അക്രമങ്ങളൊക്കെ ഗാനമേളയോടനുബന്ധിച്ചാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഞാൻ ഈ അടുത്ത കാലത്ത് 2 ക്ഷേത്രങ്ങളിൽ പോയത്, ഒന്ന് പാമ്പാടി ശിവദർശന ക്ഷേത്രത്തിൽ ഗാനമേള കേൾക്കാൻ പോയി. ഒരു പ്രശ്നവുമില്ലാതെ നല്ല ഭംഗിയായിട്ട് ഗാനമേള മുഴുവൻ കേൾക്കാൻ പറ്റി. തുള്ളുന്നവർക്ക് യഥേഷ്ടം തുള്ളാനുള്ള അവസരങ്ങളെല്ലാം ക്ഷേത്രത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് തുള്ളുന്നതല്ലാതെ ക്ഷേത്രത്തിൽ ഗാനമേളയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഞാനത് അവിടുത്തെ കമ്മിറ്റിക്കാരെന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരെ അഭിനന്ദിക്കുകയും കൂടെ ചെയ്തു. കാരണം ഇത്ര മനോഹരമായിട്ട് അവർ പ്രോഗ്രാം കൈകാര്യം ചെയ്ത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മീനടം എന്ന് പറഞ്ഞ മണ്ണിൽ, മീനടത്തപ്പൻ്റെ മണ്ണിൽ ഇതുവരെ ഇവിടെ ഒരു ഗാനമേളയായിട്ടോ എന്ത് പരിപാടി നടന്നാലും ഇതുവരെ ഇവിടെ ഒരു അലമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ. ഞാൻ ഇന്നലെ എവിടെയും കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോഴത്തേന്, ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തുള്ളുന്നവർ അവിടെ നിന്ന് തുള്ളിക്കോട്ടെ, വഴിയിൽ നിന്ന് തുള്ളിക്കോട്ടെ, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ നമ്മൾ അനുവദിക്കത്തില്ല. ഒരു വഴിയിൽ എവിടെയെങ്കിലും നിന്ന് തുള്ളിക്കോട്ടെ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ ഇതിനെല്ലാം നിയന്ത്രണങ്ങൾ വെക്കുമ്പോഴാണ് കൂടുതൽ പരിപാടികളെല്ലാം അലമ്പായി തീരുന്നത്. അപ്പം അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അവർ ചെയ്തോട്ടെന്ന് നമ്മളൊന്ന് ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ മിക്ക സ്ഥലങ്ങളിലും. ഉത്സവത്തെ സംബന്ധിച്ച് പോലീസുകാർക്കാണ് ഏറ്റവും കൂടുതൽ തലവേദന. കാരണം ഈ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേന് അവരാണല്ലോ ഇതിൻ്റെ അകത്തെല്ലാം കൂടുതൽ ഇടപെടേണ്ടത്. ഇന്നലെ പാമ്പാടിയിലെ പോലീസായിരുന്നു ഇന്നലെ മീനക്ഷേത്രത്തിൽ വന്നത്. ആ ഗാനമേള തീർന്നു കഴിഞ്ഞ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ വളരെ ഹാപ്പിയായിരുന്നു. കാരണം ഒരു പ്രശ്നം പോലും അവിടെ ഇല്ല. അവർ പറഞ്ഞു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം സാധാരണ ഗാനമേളയുടെയൊക്കെ സമയം എന്ന് പറയുന്നത് രാത്രി 10 മണിയാകുമ്പോഴത്തേനും എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ആ ഒരു കുറച്ച് 1-2 പാട്ടും കൂടെ പാടാനുള്ള പെർമിഷൻ പോലീസ് അധികാരികൾ കൊടുത്തു. കാരണം അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റി. അതുകൊണ്ട് സാമാന്യം നല്ലൊരു ഗാനമേള തന്നെയാണ് ആലപ്പുഴ കല്യാൺ സൂപ്പർ ബീറ്റ്സ് ഒരുക്കിയത്. എല്ലാവർക്കും കാതിന് ഇമ്പമുള്ള നല്ല ഗാനങ്ങളാണ് ഇവർ ആലപിച്ചത്. അതുകൊണ്ട് ഞാൻ ഗാനമേള പൂർണ്ണമായിട്ട് തീർന്നു കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗാനമേളയുടെ രംഗങ്ങൾ കാണാം. അതുപോലെ സൗണ്ടിൻ്റെ അകത്ത് പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ ഈ ബോക്സിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടാണ് ഇത്ര സൗണ്ടിനൊരു ചെറിയ ക്ലാരിറ്റി കുറവ് പോലെ തോന്നുന്നത്. നല്ല അവരുടെ സൗണ്ട് സിസ്റ്റമൊക്കെ നല്ല ഭംഗി തന്നെയായിരുന്നു. നല്ല വാട്സിൻ്റെ സൗണ്ട് സിസ്റ്റം തന്നെയായിരുന്നു. പക്ഷേ ഫോണിൻ്റെ അകത്ത് വന്നപ്പോഴത്തേന് അതിൻ്റെ അകത്തൊരു ചെറിയ ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ ആൾക്കാരിരിക്കുമ്പോൾ കാണുമ്പോൾ അറിയാം, അവർക്ക് വളരെ നല്ല പോലെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളിടത്തൊക്കെ കൂടുതൽ സ്ത്രീകളും പ്രായമുള്ളവരൊന്നും ഗാനമേളയ്ക്ക് പോകാത്തത് മിക്കയിടത്തും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പേടിച്ചാണ്. അവർക്ക് നല്ലപോലെ ആസ്വദിക്കാൻ അവസരം കിട്ടിയ എല്ലാവരും ഒരേപോലെ ആസ്വദിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗാനമേള. അതുപോലെ ഏത് ഇതിനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന ഒരു പ്രോഗ്രാമും ഗാനമേളകൾ തന്നെയാണ്. പിന്നെ കുറേ പോലീസ് ഉദ്യോഗസ്ഥരുടെ മോശമായിട്ടുള്ള ഇടപെടലുമുണ്ട്. കാരണം എല്ലായിടത്തും പോലീസ് ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നുണ്ടെങ്കിലും ചിലയിടത്ത് പ്രശ്നങ്ങളുണ്ട്, മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. കാരണം 10 മണിന്ന് സമയം പറയുമ്പം തന്നെ ചിലപ്പോൾ ഒരു പാട്ട് തുടങ്ങുന്ന സമയത്തായിരിക്കും ആ സമയമാകുന്നത്. അന്നേരം പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഓടിച്ചെന്ന് പെട്ടെന്ന് നിർത്തുകയും പിന്നെ തുള്ളിക്കൊണ്ടിരിക്കുന്നവർ തുള്ളരുതെന്ന് പറയുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരെ പ്രകോപിക്കുകയാണ്. അതിനൊക്കെ ഒരു ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഗാനമേള ഇപ്പോൾ ഒരു പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും 10 മണി എന്നുള്ളത്, ആ പാട്ട് പാടാനും അവരുടെ അത് കംപ്ലീറ്റ് ആക്കാനുള്ള അവസരം കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടാണ്ട് ഒരു കലാകാരൻ്റെ ലാപ്ടോപ്പ് വരെ തല്ലി പൊട്ടിച്ചെന്ന് പറഞ്ഞ്, അതൊക്കെ കാണിക്കുന്ന മോശമാണ്. കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഈ കണ്ട ഓട്ടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ നിരുത്സാഹപ്പെടുത്തുന്ന കാഴ്ചകളാണ് പലയിടത്തും കണ്ടുവരുന്നത്. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ കണ്ടു കാണും, ഗംഗ എന്ന് പറഞ്ഞൊരു കുട്ടി ഇപ്പം നല്ല പോലെ പ്രോഗ്രാം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഗംഗാനാഥം എന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയുടെ വയലിൻ പ്രോഗ്രാം. അതിതുപോലെ ഒരു പരിപാടിക്കിടെ പോലീസുകാർ കയറി അതൊക്കെ നമ്മളെല്ലാം വാർത്തകളിലും വീഡിയോ ഒക്കെ കണ്ടതാണ്.
എൻ്റെ കുട്ടികളാണേലും എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് നല്ലൊരു അടിപൊളി ഗാനമേള തന്നെയാണ് ആലപ്പുഴ കല്യാൺ സൂപ്പർ ബീറ്റ്സ് ഒരുക്കിയത്. അതുപോലെ ഗാനമേളകളുടെയൊക്കെ നല്ല പാട്ടുകളുടെയൊക്കെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വലിയ പാടാണ്. കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നതുകൊണ്ടാണ് പാട്ടുകളെല്ലാം കട്ട് ചെയ്തിടുന്നത്. ദയവായി എല്ലാവരും അത് സഹകരിക്കുക.